ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MS വേർഡിനെ പറ്റിയാണ്. ഓക്കെ, സോ എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ്, അതെങ്ങനെയാണ് ഉത്ഭവിച്ച് വന്നത്, അതിന്റെ ഒരു എവല്യൂഷൻ, അതിന്റെ ഹിസ്റ്ററി, അങ്ങനെ കുറച്ച് കുറച്ച് തിയറി പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ MS വേർഡിനെ പറ്റി എന്തൊക്കെയൊന്ന് അറിഞ്ഞിരിക്കണം. MS വേർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററി, എങ്ങനെ ഇത് വന്നു എന്നൊക്കെയുള്ള എവല്യൂഷനും ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ഒരു ഹിസ്റ്ററിയും എവല്യൂഷനും അതിന്റെ വേർഷൻസും എന്താണിത്, അതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ എന്താണ്, ഹാർഡ്വെയർ എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലെ, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കോർപ്പറേഷൻ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരുപാട് പാക്കേജസ് ഇതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒക്കെ മൈക്രോസോഫ്റ്റിന്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ചിലപ്പോൾ അത് വേർഡ് ആകാം, ചിലപ്പോൾ എക്സൽ ആകാം, ചിലപ്പോൾ പവർ പോയിന്റ് ആകാം, ചിലപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസ് ആകാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും പല പല പർപ്പസിന് വേണ്ടിയിട്ട്. ചിലതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലത് നിങ്ങൾ കേട്ടെങ്കിലും ഉണ്ടാവും അല്ലെ. സോ ഇതെല്ലാം നമ്മുടെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഇതെല്ലാം. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എക്സൽ എന്താണ്, പവർ പോയിന്റ് എന്താണ്, ഓരോന്നൊക്കെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് ഇവരെല്ലാവരും. ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാവേ. അപ്പൊ ആദ്യം എന്താണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007, അത് ഓരോരോ വേർഷൻസ് ഉണ്ട്. ഓരോ വേർഷൻസ് നമ്മൾ അങ്ങോട്ട് പോകെ പഠിക്കും. അതൊരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കോർപ്പറേഷൻ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1983 എന്ന് പറയുന്ന വർഷത്തിലാണ്. എന്ത് ചെയ്തത്? മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ക്രിയേറ്റ് ചെയ്തത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. ആരാണ്? ചാൾസ് സിമോണി ആൻഡ് റിച്ചാർഡ് ബ്രൂഡി. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഷൻ എന്ത് ചെയ്തത്? ക്രിയേറ്റ് ചെയ്ത് എടുത്തത്. സോ ആദ്യം ഇവർ ഇതിന് പേര് കൊടുത്തിരുന്നത് മൾട്ടി ടൂൾ വേർഡ് എന്നായിരുന്നു. അതിനുശേഷമാണ് പിന്നെ അത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നത്. സോ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആദ്യത്തെ MS വേർഡ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് MS. സോ മൈക്രോസോഫ്റ്റ് വേർഡിന് മുമ്പ് അവരിട്ടിരുന്ന പേര് മൾട്ടി ടൂൾ വേർഡ് എന്നായിരുന്നു. പിന്നെ അത് റീനെയിം ചെയ്ത് MS വേർഡ് ആക്കി. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? MS വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അത് ഈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് 1983. അത് ക്രിയേറ്റ് ചെയ്ത് ആര് ചേർന്നാണ്? ചാൾസ് റിച്ചാർഡ്. അവർ രണ്ടും കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്? ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ആൻഡ് ഇതിന്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ ആദ്യം എന്തായിരുന്നു? മൾട്ടി ടൂൾ വേർഡ് എന്നായിരുന്നു. പിന്നെ അത് റീനെയിം ചെയ്ത് എന്താക്കി? MS വേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. വേർഡ് 2010, ഈ 2007, 2010 എന്നൊക്കെ പറയുന്ന ഓരോരോ വേർഷൻസ് ആണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ വേർഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇങ്ങനെ ഓരോ സമയം കഴിയുമ്പോൾ നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരുമ്പോൾ പുതിയ പുതിയ വേർഷൻസ് ഇറങ്ങുമല്ലോ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സ്ആപ്പ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും എല്ലാത്തിന്റെയും കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് പുതിയ പുതിയ വേർഷൻസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുമല്ലോ. നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാവേ. സോ വേർഡ് 2010. വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസർ പാക്കേജ് ആണ്. അത് നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാന്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാന്, ഇതിനൊക്കെ ആയിട്ട് സഹായിക്കും. പിന്നെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോരോ ഫംഗ്ഷൻസ് ആയിട്ട് നോക്കാവേ. അപ്പൊ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരുപാട് വേർഡിന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. വേർഡ് 2010 എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു വേർഡ് പ്രോസസർ ആണ്. ഓക്കെ, അതെന്താണ്? നമുക്ക് ഭയങ്കര പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തരും. സോ ദാറ്റ് നമുക്കൊരു നല്ലൊരു സെറ്റ് ഓഫ് ടൂൾസ് ഒക്കെ ഉണ്ടാവും. വേർഡിന്റെ ആപ്ലിക്കേഷൻ ആകത്തെ നമ്മൾ മെയിൻലി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേർഡ് പ്രോസസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ MS വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് ഒരുപാട് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്.
ഒരുപാട് ടൂൾസ് ഉണ്ട് അതിനകത്ത്, പുതിയ പുതിയ കുറേ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിക്കോട്ടെ, ആ ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും ഫോർമാറ്റിംഗ്, എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുത്തണമെങ്കിൽ അതിന്, പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും മെമോസോ ലെറ്റേഴ്സോ റിപ്പോർട്ടോ, പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ വെക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ലെറ്റർ അയക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രോഷറോ. അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റോ, അല്ലെങ്കിൽ എന്താ ഒരു ഇന്റർനെറ്റിന്റെ വെബ് പേജ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഒരു വേർഡ് പ്രോസസറിനകത്ത് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ഈ വേർഡ് 2010 എന്ന് പറഞ്ഞ നമ്മുടെ MS വേർഡ് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്, ഒരുപാട് സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ട്. സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നല്ല ലുക്കുള്ള രീതിയിൽ, കുറച്ചും കൂടെ ഹാൻഡി, മീൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, എല്ലാ രീതിയിലും കുറച്ചും കൂടെ നല്ല രീതിയിലേക്കുള്ള രീതിയിൽ ആയിരിക്കും നമ്മുടെ എന്ത് ഇരിക്കുക, നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റ് ഇത് ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ ചുമ്മാ കുറെ ടൈപ്പ് ചെയ്ത് വെച്ച് അവിടെ ഇവിടെ ഡിസോർഡർ ആയി കിടക്കുന്നതിന് പകരം ഇതിനകത്ത് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ആയിട്ട്, അലൈൻമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ പാരഗ്രാഫ്സ് നമ്മൾ തിരിക്കുന്നതായിക്കോട്ടെ, അത് അതിന്റെ ഫോൺ സൈസ് ആയിക്കോട്ടെ, അത് മൊത്തത്തിൽ കാണാനായിട്ടുള്ള ഒരു വിഷ്വൽ അപ്പീലിംഗ് ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും നമ്മുടെ വേർഡ് വെച്ചിട്ട്. കാരണം അതിനായിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ ടൂൾസും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ ആ ടൂൾസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പൊ നമുക്ക് എന്താണ് എൻഡ് റിസൾട്ട് ആയിട്ട് വരുന്നത്, അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്. MS വേർഡിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡോക്യുമെന്റിൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഒന്നെന്താണ്, എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും, ലെറ്റർ, റിപ്പോർട്ട്, മെമോസ്, റെസ്യൂമെ, പിന്നെ വേറെ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആരാ സഹായിക്കുന്നത്, മൈക്രോസോഫ്റ്റ് വേർഡ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ടെങ്കിലും അയക്കാൻ വേണ്ടി ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ അത് പ്രിന്റ് എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കുക വല്ലതും ചെയ്യണമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ ലെറ്റർ പോയി ടൈപ്പ് ചെയ്യുന്ന എവിടെയാ, മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യും. സോ ഒരു ലെറ്ററിന്റെ ഒരു ഫോർമൽ ലുക്കും ഡെഫിനിഷനും ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ടൈപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്തു, അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് ചെയ്ത് എന്തൊക്കെയാണ് ആക്കി. അപ്പൊ അത് ആ ഒരു എന്താ ആ ഒരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമുക്കത് വേണം. ചുമ്മാ വാരി വലിച്ചെഴുതി വെച്ചിരിക്കുന്ന പോലെ അല്ലാതെ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ നമുക്കത് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം, MS വേർഡ് യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പൊ മെമോസ് ആയിക്കോട്ടെ, നമ്മുടെ ജോബ് റെസ്യൂമെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആരുടെ സഹായത്തോടെ ചെയ്യാം, MS വേർഡിന്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാം. പിന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഡോക്യുമെന്റ്സിലേക്ക് നമുക്ക് ചുമ്മാ ലെറ്റേഴ്സ് മാത്രമല്ല, കുറെ ആൽഫബറ്റ്സ് അടിച്ചു വെക്കാൻ മാത്രമല്ല നമ്മുടെ MS വേർഡിൽ പറ്റുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യാം, ടേബിൾസ് ഇൻസേർട്ട് ചെയ്യാം. റിപ്പോർട്ട് ഉണ്ടാക്കി, റിപ്പോർട്ടിനകത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കാലത്തെ ഡേറ്റാസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പം ആ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ ടേബിൾസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കുമല്ലോ. ചിലപ്പം എന്തെങ്കിലും കാൽക്കുലേഷൻസോ, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലൈമറ്റിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കുക. ക്ലൈമറ്റിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഓരോ ദിവസത്തെയും ക്ലൈമറ്റ് എത്രയായിരുന്നു എന്നുള്ളത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ചു നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ റിപ്പോർട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ കുറച്ചൊരു ഡെഫിനിഷൻ വരുമല്ലോ. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ, നമ്മുടെ നോക്കുന്ന ഒരു ഫാക്കൽറ്റി നോക്കുമ്പോൾ അയാൾക്ക് കുറച്ചൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ ടേബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാഫ്സ് ആയിക്കോട്ടെ. ഇപ്പൊ ഈ ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഒരാഴ്ചത്തത് ഒരു ഗ്രാഫ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ് എങ്കിൽ, ഇപ്പൊ ക്ലൈമറ്റ് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി കുറഞ്ഞു, ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അല്ലെ. അതേപോലെ ഗ്രാഫ് ആയിക്കോട്ടെ, ചാർട്ട്സ് ആയിക്കോട്ടെ, പല പല ഷേപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചില സമയത്ത് കുറച്ച് ഇമേജസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുമായിരിക്കുമല്ലോ, കുറച്ചും കൂടെ അപ്പീലിംഗ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്മാർട്ട് ആർട്ട്, ഈ ഇക്വേഷൻസ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ. സോ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് എങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ MS വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡോക്യുമെന്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ MS വേർഡ് നമ്മളെ എന്തൊക്കെയാ സഹായിക്കുന്നത്, ഫോർമാറ്റ് ടെക്സ്റ്റ്. നമ്മുടെ ആ ഒരു വേർഡിനകത്തുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്, MS വേർഡ് ആണ്. ഇപ്പൊ ഫോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഫോണ്ട്, ഈ ഒരു ലെറ്റർ ഒരു ഫോണ്ടിൽ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് ഫോൺസ് ഒക്കെ ഉണ്ടല്ലോ, മീൻസ് ഏരീസ്, അല്ലാതെ ഓരോന്നൊക്കെ രീതിയിൽ കാലിബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്
സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. ഏത് രീതി നിങ്ങൾക്ക് വേണമെന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. അതിന്റെ സ്റ്റൈൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി കൊടുക്കാം, കളർ മാറ്റി കൊടുക്കാം, ബ്ലാക്ക് ഓർ റെഡ് ഇത് വേണമെങ്കിൽ സൈസ് കൂട്ടി കൂട്ടി കൊടുക്കാം അല്ലെ. ഫോൺ സൈസ് കൂട്ടാം, ഫോൺ സൈസ് കുറയ്ക്കാം. ഇങ്ങനത്തെ ഓരോന്നൊക്കെ നമുക്ക് എം എസ് വേർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള എഫക്ട്സ് ഒക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൾഡ് ആക്കാൻ പറ്റും, ടെക്സ്റ്റ് എന്താക്കാം, ഇറ്റാലിക്സ് ആക്കാം, ഇല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. എനിക്കറിയാലോ ഇപ്പൊ ടെക്സ്റ്റ് നമുക്ക് ബോൾഡ് ആക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനെ ചരിച്ചിരുന്ന രീതി ഇറ്റാലിക്സ് ആക്കാം, അല്ലെങ്കിൽ അതിൽ അണ്ടർലൈൻ നമുക്ക് വരുത്താം. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ, ആ വേർഡ് കംപ്ലീറ്റ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈൻ നടുക്കൂടെ പോകും അല്ലേ. സോ ഇങ്ങനത്തെയൊക്കെ സ്പെഷ്യൽ എഫക്ട്സ് നമുക്ക് ടെക്സ്റ്റിലേക്ക് വരുത്താനായിട്ട് ആര് സഹായിക്കും, എം എസ് വേർഡ് സഹായിക്കും. പിന്നെ സഹായിക്കുന്ന എന്തിനാണ്, ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് ഇപ്പൊ നമ്മൾ ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ചിലപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഇല്ല അല്ലേ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിരിക്കാം, ചില സമയത്ത് ഗ്രാമർ മാറിപ്പോയിരിക്കുക, ചിലപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ഒക്കെ എഴുതി പോകാൻ നേരം ചിലപ്പോൾ ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം എന്നൊന്നും ഇല്ല. അപ്പൊ എന്താ, നമ്മുടെ എം എസ് വേർഡ് വെച്ച് നമുക്ക് അങ്ങനത്തെ വെറിയൊന്നും വേണ്ട. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി, ബാക്കി പുള്ളിക്കാരൻ നോക്കിക്കോളും. എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക് മിസ്റ്റേക്കോ ഉണ്ടോയെങ്കിൽ അവരെന്തായിരിക്കും റെഡ് കളറിൽ അല്ലെങ്കിൽ ബ്ലൂ കളറിലൊക്കെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കും. സോ ദാറ്റ് പെട്ടെന്ന് മനസ്സിലാവും, ഓക്കെ അവിടെ നമ്മളൊരു ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, നമുക്കതുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ തന്നെ അതിന്റെ കറക്ഷൻ പറഞ്ഞു തരുകയും ചെയ്യും. സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഡോക്യുമെന്റ്സ് ചെയ്യുമ്പോൾ കുറെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത എം എസ് വേർഡ് പ്രൊവൈഡ്സ് എ ഡിജിറ്റൽ ബ്ലാങ്ക് പേജ് ഓൺ യുവർ കമ്പ്യൂട്ടർ വേർ യു ക്യാൻ. ഇപ്പൊ എം എസ് വേർഡ് നമുക്ക് ആദ്യം നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ്, ഇത് മൈക്രോസോഫ്റ്റ് വേർഡാ ഉണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എന്താ, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് കണ്ടോ. ഇതാണ് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ബ്ലാങ്ക് പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യുവോ, അല്ലെങ്കിൽ അതിലേക്ക് ഇമേജസ് ആഡ് ചെയ്യോ, ടേബിൾസോ ഷേപ്പോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അല്ല എങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഡോക്യുമെന്റിനെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ലുക്കിങ്ങിലേക്കോ സ്റ്റൈലിഷ് ആക്കി നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതെടുത്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഇല്ല എങ്കിൽ ആ ഡോക്യുമെന്റ് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് എവിടെയെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എങ്കിൽ അത് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ആര് സഹായിക്കും, നമ്മുടെ എം എസ് വേർഡ് സഹായിക്കും. സോ അതിന്റെ ബിഗിനേഴ്സ്, നമ്മുടെ ഇപ്പൊ വലുതായിട്ട് ഭയങ്കര ടെക്നിക്കൽ പരിപാടിയൊന്നും അറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇത് വെച്ചിട്ടുണ്ടായിരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം കാര്യമായിട്ട് ഇപ്പൊ അല്ലെങ്കിൽ ടൈപ്പിംഗ് ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും അവർക്ക് പോലും എന്തായിരിക്കും നമ്മുടെ എം എസ് വേർഡ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഒന്നെന്താണ്, അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എടുക്കുമ്പോഴേ ഏറെക്കുറെ എല്ലാം മനസ്സിലാവും, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അധികം കോംപ്ലക്സ് ഒന്നും അല്ല. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ താരം പറഞ്ഞു തരാറൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് നടക്കുക അത് നടക്കുക, നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കുമല്ലോ. ഇപ്പൊ വാട്സപ്പ് തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് കാണുമ്പോൾ തന്നെ ഏറെക്കുറെ മനസ്സിലാവും, ഓക്കെ ഇവിടെ ഇന്നാക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യണം, ഇന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡ് ആകും. അങ്ങനെ ഓരോന്നും കുറെയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് എം എസ് വേർഡ്. നമുക്കിപ്പോ ആരും പെട്ടെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും പെട്ടെന്ന് നമുക്കത് എടുക്കുമ്പോൾ അവിടെ തന്നെ എല്ലാം ഇങ്ങനെ ഏറെക്കുറെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്താ കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു വിഷ്വൽ ഇന്റർഫേസ് ആണ് എന്ത് ചെയ്തത് ഇവർക്കുള്ള. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു പേജിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്ന ഇന്റർഫേസ് ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് ആർക്കുള്ളത്, നമ്മുടെ എം എസ് വേർഡിനുള്ളത്. പിന്നെ എന്താണ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഗ്രാമർ ചെക്ക് ഇതിനകത്ത് നടക്കും. നമ്മൾ മാനുവലി പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ശരിയാണോ, ഗ്രാമർ ശരിയാണോ എന്നൊക്കെ നോക്കിയേക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. പുള്ളി അറിഞ്ഞങ്ങ് ചെയ്തോളൂ. നമ്മൾ ടൈപ്പ് ചെയ്തതിനകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഓരോ വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല പല ഡോക്യുമെന്റ്സിന് നമുക്ക് പല പല ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെ ഇരിക്കണം, ഇപ്പൊ ടെംപ്ലേറ്റ് അറിയാമല്ലോ, ഇപ്പൊ പല പല രീതിയിൽ വരാമല്ലോ. ഇപ്പൊ ചില ഡോക്യുമെന്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടുന്ന് വല്ലോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നതായിരിക്കാം. പല പല ടെംപ്ലേറ്റ്സ് ഒക്കെ വരും. എന്താണ് ടെംപ്ലേറ്റ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ നോക്കണ്ട, പല പല രീതിയിൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാം. നമുക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പല പല സ്റ്റൈലിൽ പല പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ഡോക്യുമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ലേഔട്ട്, മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ലേഔട്ട് ഈ ഒരു ഡോക്യുമെന്റിന്റെ.
ഈ മൊത്തത്തിലുള്ള ലേഔട്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല പവർഫുൾ ആയിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊത്തം മാറ്റാനും ചേഞ്ചസ് വരുത്താനും ഒക്കെ നമുക്ക് പറ്റും. സോ ഇതൊക്കെയാണ് ബിഗിനേഴ്സിന് നമ്മുടെ MS വേർഡ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസിലേക്ക് പോയേക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ എന്താണ് വേർഡ് ചെയ്യുന്നത്? നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു കൈൻഡ് ഓഫ് ഡോക്യുമെന്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്കലി ഒരു പേപ്പറിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റും. ഒരു മിനിറ്റ്. സോ ഇൻ ഷോർട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് നമ്മുടെ വേർഡ് ചെയ്യുന്നത്, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. സോ തിയറി ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ജസ്റ്റ് ഒരു ക്ലാസ് ഒന്ന് കേട്ടിട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും. പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ഡേറ്റാസ് മാത്രം ഒന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ ചില സയന്റിസ്റ്റുകളുടെ പേരോ അല്ലെങ്കിൽ വേർഷൻസിന്റെ നമ്പറോ അല്ലെങ്കിൽ അതൊക്കെ ഇറങ്ങിയ വർഷമോ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടി വരും. ബാക്കിയുള്ള തിയറി പോർഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ തിയറിയാണ്, ഇത് വായിച്ചു തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന നോട്ട്സും വായിച്ച് പോട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ വേർഡ് ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എന്തൊക്കെ അത് ചെയ്യും എന്നുള്ളത്. നമുക്ക് ടൈപ്പ് ചെയ്യാം, ആ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാം, ഇമേജും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യാം, കുറച്ചുകൂടെ അത് പ്രൊഫഷണൽ ലുക്കിംഗിലേക്ക് മാറ്റാനായിട്ട് പറ്റും, സ്പെല്ലിംഗും ഗ്രാമറും കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും, വേറെ വേറെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ സഹായിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം എന്താണ് വേർഡ് ശരിക്കും ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ എന്താ, നമുക്ക് ഏത് രീതിയിലുള്ള ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മുടെ വേർഡ് ഉപയോഗിച്ചിട്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്കലി ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്യാം. ഇലക്ട്രോണിക്കലി പറയുമ്പോൾ ഇതൊരു പേപ്പറല്ലേ, നോക്ക്, ഒരു സിംഗിൾ നമ്മള് സാധാരണ A4 സൈസ് പേപ്പർ പോലല്ലേ ഇത് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ ഇലക്ട്രോണിക് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇലക്ട്രോണിക് പേപ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിലെ A4 ഷീറ്റിലേക്ക് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം അല്ലെ. വേർഡ് എന്താ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോണിക് പേപ്പറിലേക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. സോ കുറെ കീ ആയിട്ടുള്ള മീൻസ് മെയിൻ ആയിട്ടുള്ള കുറച്ച് വേർഡിന്റെ കേപ്പബിലിറ്റീസ് ഉണ്ട്. അത് കുറച്ച് ഹാൻഡ്ഫുൾ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാണ് ടെക്സ്റ്റ് എഡിറ്റിംഗ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, ഗ്രാഫിക്സ്, ടെക്സ്റ്റ് ഓഫ് പബ്ലിഷിംഗ്, വെബ് പബ്ലിഷിംഗ്, കൊളാബറേഷൻ, ഇന്റഗ്രേഷൻ, കസ്റ്റമൈസേഷൻ, ഓട്ടോമേഷൻ. ഇത്രയാണ് എന്ത് പറയുന്നത്, അതിന്റെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ വേർഡ് നമുക്ക് എന്തൊക്കെ ചെയ്തു തരുമെന്നുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്താണ്, ടെക്സ്റ്റ് എഡിറ്റിംഗ്. ടെക്സ്റ്റ് എഡിറ്റിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് തന്നെ ഇപ്പൊ നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യും അല്ലെ. ഇലക്ട്രോണിക് പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കും അല്ലെ. അത് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അപ്പൊ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ജസ്റ്റ് മാനുവലി കുറച്ച് ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് കയറ്റാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻസ് ഓഫ് ടെക്സ്റ്റ്. നമുക്കിപ്പോ ഞാൻ ഇവിടെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഇതിൽ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇത്രയും ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സെലക്ഷൻസ് ഓഫ് ടെക്സ്റ്റ് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, മൊത്തം ഫയലിനെ നമുക്ക് വേറൊരു ഡോക്യുമെന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ഫയൽ ഉണ്ട്, ആ ഫയലിനകത്ത് ഇതുപോലൊരു 3-4 പേജ് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫയൽ ഇത്ര ഒരു ഫയലാന്ന് വിചാരിച്ചു, ഈ ഫയലിലെ ഡേറ്റ എല്ലാം കൂടെ ഞാൻ എങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യും, എന്റെ ഈ ഒരു ഡോക്യുമെന്റിനകത്തേക്ക് എനിക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ അങ്ങനത്തെ എന്ത് പരിപാടി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വേർഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞല്ലോ, വേർഡിന് ടെക്സ്റ്റ് എഡിറ്റിംഗ് വെച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ. അതിപ്പോ ഗ്രാമറും സ്പെല്ലിങ്ങും കറക്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, പിന്നെന്താണ്, ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ ആര് സഹായിക്കും, നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് സഹായിക്കും. സോ അതാണ് അതിന്റെ ആദ്യത്തെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ടെക്സ്റ്റ് എഡിറ്റിംഗ്. അടുത്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. ഈ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല ഫോർമാറ്റിംഗ് ചെയ്യാം. അതായത് പല പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ചേഞ്ചസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. ഒന്നാമത്തെ എന്താണ്, സ്പേസിങ് വരുത്താം അല്ലെ. ഇപ്പൊ ഈ ഒരു ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റിനൊക്കെ ഇടയിലുള്ള സ്പേസ് കണ്ടോ, ഇത്രയാണല്ലേ ഓരോ ടെക്സ്റ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസ്. ഈ സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസോഫ്റ്റ് വേർഡ് കൊണ്ട് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ ഇവർക്കിടയിലുള്ള സ്പേസ് എന്ത് ചെയ്യാം, കൂട്ടാം.
ഇപ്പൊ യുവും ക്യാനും ഈ ഒരു സെന്റൻസ് ഓക്കെ, ഇവർക്കിടയിൽ യുവും ക്യാന്റെ ഇടയിൽ ഇച്ചിരി ഗ്യാപ്പില്ലേ ഉള്ളൂ. എനിക്ക് സ്പേസിങ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ യു ഇവിടെയും ക്യാൻ ഇവിടെയും ഇത്രയും സ്പേസ് വരുത്തണമെങ്കിൽ വരുത്താം, ഇല്ല ഇതിന്റെ ഇടയിലുള്ള സ്പേസ് കുറയ്ക്കണം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ലൈന്, ഈ ലൈനിന്റെ ഇടയിലുള്ള സ്പേസ് എനിക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ആലോചിക്കണം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ MS വേർഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനും പറ്റും, ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരുന്നതാണ് അലൈൻമെന്റ്. നിങ്ങൾക്കറിയാലോ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ലെഫ്റ്റ് അലൈൻമെന്റ് വെക്കാം, എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ളതൊക്കെ ഒരു ലെഫ്റ്റ് അലൈൻമെന്റ് ഉണ്ട്. ഇല്ല എങ്കിൽ എന്താണ്, റൈറ്റ് അലൈൻമെന്റ് ഉണ്ട് അല്ലെ, ഇങ്ങനെ റൈറ്റിലായിരിക്കും എല്ലാം കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ മിഡില് അല്ലെ, ഇങ്ങനെ ഈ ഒരു 3 ടൈപ്പ് ഓഫ് അലൈൻമെന്റ് ഉണ്ടെന്ന് അറിയാലോ. അതേപോലെ നമുക്ക് അതേപോലെ ടെക്സ്റ്റിന്റെ അലൈൻമെന്റ് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഇൻഡന്റേഷൻ. അലൈൻമെന്റ് അല്ലെങ്കിൽ ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെക്സ്റ്റിന്റെ ഫോണ്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ, ഏത് ടൈപ്പ് ഫോണ്ട് വേണം എനിക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ പല പല ടൈപ്പ് ഓഫ് ഫോണ്ട് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാന്നൊക്കെ നമുക്ക് പിന്നെ പോകുമ്പോ പഠിക്കാം കേട്ടോ. സോ ഏത് ടൈപ്പ് ഫോണ്ട് വേണം, ആ ഒരു ഫോണ്ടിന് ഈ ഓരോ ടെക്സ്റ്റിനാണ് ഫോണ്ട്, അതിന്റെ ഏത് സ്റ്റൈലിൽ കൊടുക്കണം എന്നുള്ളതാണ്. പല പല ഫോണ്ട് സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാന്നൊക്കെ നമുക്ക് പഠിക്കാൻ നേരം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ എന്താ, ഫോണ്ടിന്റെ സൈസ് കൂട്ടാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സ്റ്റൈൽ അതിന് കൊടുക്കാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെന്താണ്, സോ നമ്മുടെ വേർഡിൽ ഒരുപാട് എന്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം വേണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പല പല തീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ അതിനകത്തുള്ള ടൈപ്പ് ഓഫ് തീം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വെച്ചേക്കുന്ന കാണാൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ രീതിയിലായിരിക്കും നമ്മളിത് കാണാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കും നമ്മുടെ ആ ഒരു പേജ്. നമ്മൾ ആ തീംസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ആ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കുറെ പ്രീഡിഫൈൻഡ് ആയിട്ട് കുറെ ഉണ്ട് നമ്മുടെ വേർഡിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പുതിയ എന്തെങ്കിലും ഐഡിയ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാം. പല പല സ്റ്റൈൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടേബിളിനകത്ത് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡറും ഫൂട്ടറും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഹെഡറും ഫൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേജിന്റെ ഇത്രയും പോർഷനിലായിരിക്കും, ഈ ഒരു മിഡിൽ പോർഷൻ ഇത്രയായിരിക്കും നമ്മൾ ടെക്സ്റ്റ് നമ്മൾ എഴുതുക. ഇതിന്റെ മണ്ടയ്ക്കത്തെ ഭാഗമാണ് ഹെഡർ, ഇതിന്റെ താഴത്തെ ഭാഗമാണ് ഫൂട്ടർ. ഈ ഫൂട്ടറിൽ നിങ്ങൾ ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കാണുമ്പോൾ പേജ് നമ്പേഴ്സ് ഒക്കെ കാണത്തില്ല, ഇവിടെ 1, 2 അതൊക്കെ നമ്മൾ ഫൂട്ടറിലാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഹെഡർ ഉണ്ട്, ഹെഡറിലേക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫയലിന്റെ പേരോ അത് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഹെഡറും ഫൂട്ടറും എന്താന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകെ ഓരോരോ ഓരോരിനകത്തുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഹെഡറിന്റെയും ഫൂട്ടറിന്റെയും പൊസിഷൻസ് മാറ്റുക, പിന്നെ എന്തെങ്കിലും പുതിയ ക്യാപ്ഷൻസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സസോ എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ടേബിൾസിലേക്ക് എന്തെങ്കിലും പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യണം, ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, MS വേർഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിൽഡിംഗ് സെറ്റ് ഓഫ് ടൂൾസ് ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം, ലൈൻ ക്രിയേറ്റ് ചെയ്യാം, ബോക്സ് അല്ലെങ്കിൽ ഓവൽ അല്ലെങ്കിൽ ക്യാപ്ഷൻസ്, അല്ലെങ്കിൽ ചില സിമ്പിൾ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു സാധനം നീങ്ങുന്നതോ അങ്ങോട്ടും ഇങ്ങോട്ടോ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജോ അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ MS വേർഡിനകത്ത്. ഓക്കെ, ഇപ്പൊ എന്താണ്, യു ക്യാൻ ഓൾസോ സെലക്ട് ഫ്രം ഡസൻസ് ഓഫ് പ്രീഡിഫൈൻഡ് ഷേപ്സ് ഓഫ് ക്ലിപ്പ് ആർട്ട് ഇമേജ് ആൻഡ് ഇൻസെർട്ട് ദീസ് ഇൻടു ഡോക്യുമെന്റ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈപ്പ് ഓഫ് ഡസൻസ് ഓഫ് എന്താ ഓൾറെഡി അവര് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഷേപ്പോ അല്ലെങ്കിൽ ക്ലിപ്പ് ആർട്ട് ഇമേജസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റിലേക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് എങ്ങനെ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്, ഗ്രാഫിക്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത്, ഫോണ്ട് സൈസ് എങ്ങനെ മാറ്റുന്നത് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് പ്രീഡിഫൈൻഡ് ആയിട്ട് നമ്മുടെ MS വേർഡിനകത്ത് ഉണ്ട്, ഒരുപാട് ഡസൻസ് ഓഫ് പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും ഷേപ്സും ഇമേജസും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെന്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടുന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനും പറ്റും ഗ്രാഫിക്സ്. വേറെ ഏതെങ്കിലും മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ആപ്ലിക്കേഷൻസിൽ നിന്ന് വല്ലോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേർഡ് ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് പറ്റും. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്സിന്റെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മൈക്രോസോഫ്റ്റ് വേർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡിൽ ഒരു സ്പെഷ്യൽ പബ്ലിഷിംഗ് ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെ ഒരു പേജിലുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. സോ ദാറ്റ് ഒരു പ്രോജക്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
ന്യൂസ് ലെറ്റേഴ്സിൽ എന്തെങ്കിലും സയൻസ് വരുമ്പോൾ അല്ലെ ബുക്സ് മാഗസിൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഒരു വെൽ ഡിഫൈൻഡ് രീതിയിലായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പബ്ലിഷിങ്ങിന്റെ കാര്യം, ഇപ്പൊ ഒരു ന്യൂസ് ലെറ്റർ, ബുക്ക്, മാഗസിന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡോക്യുമെന്റിനകത്തുള്ള ടെക്സ്റ്റും ഗ്രാഫിക്സും ഒക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു പബ്ലിഷിങ്ങിന് പറ്റിയ രീതിയിലുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെബ് പബ്ലിഷിംഗ്. വെബ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ MS വേർഡിനകത്ത് വെബ് പബ്ലിഷിംഗ് ടൂൾസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വേർഡിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ നമ്മുടെ വെബ്സൈറ്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഫോർമാറ്റിൽ നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ്, നമ്മുടെ വേർഡിനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റ്സിലൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഫീച്ചറും ടൂൾസും ഒക്കെ അവിടെ ഉണ്ട്, നമ്മുടെ വെബ് പബ്ലിഷിങ്ങിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വെബ് പേജസ് ആയിക്കോട്ടെ, അതിപ്പം വെബ് പേജസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓരോ വെബ്സൈറ്റിലെ പേജസ് ഒക്കെ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആരുടെ സഹായത്തോട് ചെയ്യാൻ പറ്റും, വേർഡിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിനകത്തേക്ക് നമുക്കിപ്പം എന്തെങ്കിലും ഫോമോ, ഗൂഗിൾ ഫോംസ് എന്തെങ്കിലും ഫോമോ ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഷീറ്റ്സോ ഗ്രാഫിക്സോ എന്തെങ്കിലും വീഡിയോയോ സൗണ്ടോ ആനിമേഷനോ എന്തെങ്കിലുമൊക്കെ സാധനം ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞേ, ഒന്ന് ടെക്സ്റ്റ് എഡിറ്റിംഗ്. ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ള ടെക്സ്റ്റിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുത്താനൊക്കെ സഹായിക്കും. പിന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ടെക്സ്റ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ഇപ്പൊ ടെക്സ്റ്റിന് ഇടയിൽ സ്പേസ് വേണം, അല്ലെങ്കിൽ അതിന്റെ ഫോൺ സ്റ്റൈൽ മാറ്റണം, അല്ലെങ്കിൽ ഫോണിന്റെ സൈസോ എന്തെങ്കിലുമൊക്കെ മാറ്റണം, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് യൂസ് ചെയ്യാം. പിന്നെ എന്താണ് ഗ്രാഫിക്സ്, നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് സാധനമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്താണ്, ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബുക്സും മാഗസിനും ന്യൂസ് ലെറ്റേഴ്സും ഒക്കെ പബ്ലിഷ് ചെയ്യേണ്ട ഫോർമാറ്റിൽ നമ്മുടെ ഡോക്യുമെന്റിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വെബ് പബ്ലിഷിംഗ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വേർഡ് ഡോക്യുമെന്റിനെ വെബ്സൈറ്റ്സിലേക്കൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ വെബ് പേജസിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫോമോ ടേബിൾസോ വീഡിയോയോ സൗണ്ടോ ആനിമേഷനോ ഒക്കെ ഇൻസേർട്ട് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കും, നമ്മുടെ MS വേർഡ് സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ നോക്കാം, കൊളാബറേഷൻ. സോ കൊളാബറേഷൻ പറയുന്നതാണ് ഡോക്യുമെന്റ് ക്രിയേഷൻ ഇസ് എ ടീം എഫേർട്ട് ഇൻ മെനി കമ്പനീസ്. അല്ലേ, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കമ്പനിയിലും എന്താണ്, അതൊരു ടീം എഫേർട്ട് ആണ്. അല്ലെ, ഒറ്റയ്ക്കല്ലല്ലോ നമ്മളൊരു നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തു. ഒരു പ്രോജക്റ്റ് ഒറ്റയ്ക്കിരുന്നല്ലോ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആയിട്ടേക്കും അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അല്ലെ, അപ്പൊ അതിൽ 3-4 ആൾക്കാർ എന്തുണ്ടായിരിക്കും, അതിനകത്ത് അക്കമ്പനീഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ പല പല സ്റ്റെപ്സ് നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ടീം മൊത്തത്തിലുള്ള എഫേർട്ട് ആയിരിക്കും. സോ ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വേർഡ് ഒരുപാട് ഫീച്ചേഴ്സ് തരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. അതായത് നമുക്ക് ടെക്സ്റ്റോ അല്ലെങ്കിൽ കമന്റ്സോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെന്താണ്, ഇതിന്റെ പല പല വേർഷൻസും റിവിഷൻസും അത് ട്രാക്ക് ചെയ്യും. പിന്നെന്താണ്, ഗ്രൂപ്പ് റിവ്യൂസിനൊക്കെ സഹായിക്കും. ഇല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും അറ്റ് എ ടൈം ഇത് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. എല്ലാവരുടെയും മെയിൽ IDs കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ വേർഡ് ഡോക്യുമെന്റ് ആക്സസ് ചെയ്യും. ഒരേ സമയത്ത് തന്നെ ഇവർക്ക് എല്ലാവർക്കും പാരലലി എന്ത് ചെയ്യാം, ഇതിൽ കറക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അത് എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരുടെ അപ്ഡേറ്റ് ആയിക്കോളും. ഇപ്പൊ 4 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് 4 പേരൂടെ ചേർന്നായിരിക്കും ഒരു വേർഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു 4 പേരുടെയും കൂടെ മെയിൽ ID നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് 4 പേർക്കും പാരലലി ഒരൊറ്റ ഡോക്യുമെന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പൊ ഇയാൾ ഇവിടെ ഒരു വ്യത്യാസം വരുത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ആളുടെ അവിടെ എന്തായിക്കോളും, അത് അപ്ഡേറ്റ് ആയിക്കോളും. സോ കൊളാബറേഷന്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, പിന്നെ എന്താണ് ഇന്റഗ്രേഷൻ. നമ്മുടെ വേർഡ് മൈക്രോസോഫ്റ്റിന്റെ ഒബ്ജക്ട് ലിങ്കിങ് അല്ലെങ്കിൽ എംബഡിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷനുമായിട്ട് ഇപ്പൊ OILE, അതായത് ഒബ്ജക്ട് ലിങ്കിങ് ആൻഡ് എംബഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട. സോ അതൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, സോ ആ ഒരു ടൈപ്പ് ഫോളോ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസുമായിട്ടും ഡേറ്റ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ആര് സഹായിക്കും, നമ്മുടെ വേർഡ് സഹായിക്കും. ഓക്കെ, ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഒരു പാർട്ടാണല്ലോ നമ്മുടെ വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനിപ്പോ മൈക്രോസോഫ്റ്റ് എക്സൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആയിട്ട് വല്ലതും ഡേറ്റ ഷെയർ ചെയ്യണമെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഇവിടെ എല്ലാവരും ഒരേ ലിങ്കിലുള്ള ആൾക്കാരല്ലേ.
ഇപ്പൊ വേർഡിനകത്ത് MS വേർഡിൽ ഞാൻ കുറച്ച് ഡേറ്റ ടൈപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ എക്സൽ എനിക്കറിയാലോ, റോസും കോളംസും ആയിട്ട് നമ്മളിപ്പോ വരുന്നതാണല്ലോ എക്സൽ. അപ്പൊ എനിക്ക് ഈ വേർഡിനകത്ത് എനിക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡേറ്റ എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇതേപോലെ എക്സൽ ആയിട്ട് എനിക്ക് കിട്ടണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഇവർ രണ്ടുപേരും നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ ആള് തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡേറ്റ ഇയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അയാൾ ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു എക്സൽ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തരും. സോ ഇങ്ങനെ ഡേറ്റ ഷെയറിംഗ് ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ MS വേർഡ് സഹായിക്കുന്നുണ്ട്. അടുത്താണ് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വർക്ക് കംപ്ലീറ്റ്ലി ഒരു അഡാപ്റ്റഡ് വേയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും സാധനം ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാം, അതിനകത്ത് എന്തെങ്കിലും മെനൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ടൂൾ ബാർ ബട്ടൺസ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ എന്താണ് മെനു കമാൻഡ്, ടൂൾ ബാർ ബട്ടൺസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഡേറ്റ ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ടൂൾ ബാർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ടൂൾ ബാർ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്, ഈ ഒരു ടൂൾസ് എല്ലാം ഉള്ള ബാർ. ഈ ഒരു ഇത് കണ്ടോ, ഈ താരം വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ടൂൾ ബാർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ടൂൾ ബാർ, മെനു ബാർ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പറയും. സോ അതൊക്കെ റീഅറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ വേർഡ് ഓപ്പറേഷൻ ഒരുപാട് ഷോർട്ട് കട്ട് കീബോർഡ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഫയൽ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്ന് സെലക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളതിന് കുറെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമ്മൾ മാനുവലി കുത്തിയിരുന്ന് ഇതിനകത്ത് എവിടെയാ ഓപ്ഷൻ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് തപ്പി എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട്സ് ഉണ്ട്, കുറച്ച് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഇതൊക്കെ കുറച്ചും കൂടി എളുപ്പം. ആ ഷോർട്ട് കട്ട്സ് ഒക്കെ എന്തൊക്കെയാന്നുള്ളതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാം, ഇൻ ഡെപ്ത് നമ്മൾ പോകുമ്പോൾ.